ഓണവും ആഘോഷവും ഒക്കെ ഉണ്ടെങ്കിലും അതെ, നമ്മുടെ വിഷമമായി നിൽക്കുന്നത് എപ്പോഴും നേപ്പാളിലുണ്ടായിരിക്കുന്ന ആ ഒരു ദുരന്തമാണ്. അതിൽ ഓരോ ദിവസം കഴിയുന്തോറും ആ മരണസംഖ്യ അത് ഉയരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്നത്. കാരണം ഇന്ത്യക്കാർ ഉൾപ്പെടെ കാണാതെ മലയാളികളുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ നേപ്പാളിലെ ആ പ്രളയത്തിൽ മരണം 400 ആയിട്ടുണ്ട്. 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെ കാണാനില്ല. കാണാതായവരിൽ 33 മലയാളികളുമുണ്ട്. ഉത്തർപ്രദേശിലെ നദികളിലേക്കും മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ടിബറ്റൻ അതിർത്തി മേഖലയൊക്കെ. എന്തായാലും ജിഷ്ണു കൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. നമുക്ക് ജിഷ്ണുവിനോട് തന്നെ ചോദിക്കാം. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒരു മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ ആശങ്ക വീണ്ടും ഉയരുകയാണ്. നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ശ്രീജമായ, ഗുഡ് മോർണിംഗ്. നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൈന്യവും പോലീസും ദുരന്ത നിവാരണ സേനയും സംയുക്തമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 400-ലധികം മരണം ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങളാണ് വിവിധ ആശുപത്രികളിലുള്ളത്. ദുരന്ത നിവാരണ സേന ഒപ്പം സർക്കാർ സംവിധാനങ്ങളും വ്യക്തമാക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള വിവിധ തലത്തിൽ അത്തരത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം 1500-ലധികം പേരെ കാണാതായി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിൽ 288 ഇന്ത്യക്കാരുണ്ട്, 33 മലയാളികളാണ് അതിലുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും ഒപ്പം നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരശേഖരണം നടത്തി വരികയാണ്. നേപ്പാളിന് ഈ അപകട സമയത്ത് വലിയ പിന്തുണയാണ് ഇന്ത്യ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിലെത്തിയിരുന്നു. ഇന്ന് കൂടുതൽ വിമാനങ്ങൾ നേപ്പാളിലേക്ക് പോകും എന്നുള്ളതാണ് സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേപ്പാളിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് പ്രത്യേകിച്ച് വടക്കൻ നേപ്പാൾ മേഖല. അവിടെ നിന്ന് അപകട സാധ്യതയുള്ള മേഖലകൾ ഒപ്പം നദീതീരത്ത് നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന നടപടി തുടരുകയാണ്. കൂടാതെ നേപ്പാളിന് താഴെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബീഹാറും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിൽ നദികളിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുകയും, കാരണം നേപ്പാളിന്റെ താഴെ ഭാഗത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ബീഹാറും ഉത്തർപ്രദേശും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നദിയിൽ നിന്ന് വെള്ളം എത്തുമ്പോൾ അത് താഴേക്ക് പതിക്കും. ഉത്തർപ്രദേശിലെ നദികളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നദിക്കരയിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ വേദനയാണ് നേപ്പാളിലെ മിന്നൽ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, ഉപഗ്രഹ ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. തോട്ടേക്കോശെ നദിയിലൂടെ ഒഴുകിയെത്തിയ വെള്ളം അതൊരു അതിഭീകരമായി ഒഴുകിയെത്തുകയും നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും റോഡും ആളുകളെയും ചേർത്തുകൊണ്ടാണ് ആ വെള്ളം ഒഴുകിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം ആളുകൾ ഈ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം വ്യക്തമായ കണക്കുകൾ ലഭിക്കുന്നതിന് ഇനിയും സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീജ. ജിഷ്ണു, ഈ 33 മലയാളികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവരെ ബന്ധപ്പെടാനൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിലവിൽ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരപ്രകാരം 288 ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിൽ 33 മലയാളികളുമുണ്ട്. അതായത് അത്രയും പേരെ കാണാതായി എന്ന വിവരമാണ് വിദേശകാര്യ മന്ത്രാലയം നിലവിൽ സ്ഥിരീകരിക്കുന്നത്. അവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ 60ഓളം ഇന്ത്യക്കാരെ വിവിധ മേഖലകളിൽ നിന്ന് ടിബറ്റൻ മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അതിൽ നിരവധി പേർ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ 60 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടാനും രക്ഷപ്പെടുത്താനും സാധിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു വിവരവും ഇല്ലാത്ത 288 പേരുണ്ട്. അവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അതിൽ 33 മലയാളികളുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കണക്കിലും ഇന്ന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദേശകാര്യ മന്ത്രാലയവും നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള കണക്കുകൾ ശേഖരിച്ചു വരികയാണ്. വിനോദസഞ്ചാരികളായി എത്തിയവർ, കൂടാതെ മാനസരോവർ, കൈലാസ് ഉൾപ്പെടെയുള്ള തീർത്ഥാടനത്തിനായി എത്തിയവർ, ഇവരെല്ലാമാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ, നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ
500-ലധികം വിദേശ പൗരന്മാരുൾപ്പെടെ 1500-ഓളം പേരെ കാണാതായി എന്നുള്ളതാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ വിദേശ പൗരന്മാർ അധികവും മാനസ് സരോവർ കൈലാസ തീർത്ഥാടന യാത്രകൾക്ക് വേണ്ടി നേപ്പാൾ ടിബറ്റൻ ബോർഡർ മേഖലയിലേക്ക് എത്തിയവരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിൽ 33 മലയാളികളുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും.